87 തസ്തികകളിൽ വിദേശികൾക്കുള്ള വിസ വിലക്കിന്റെ കാലാവധി നീട്ടുമെന്ന് ഒമാൻ മാനവവിഭവശേഷി മന്ത്രാലയം 6 മാസത്തേക്ക് കൂടിയാണ് വിലക്ക് നീട്ടിയത്. ഇത് സംബന്ധിച്ച് മാനവവിഭവശേഷി വകുപ്പ് മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ നാസർ അൽ ബക്രി ഉത്തരവ് പുറപ്പെടുവിച്ചു. കഴിഞ്ഞ വർഷം ജനുവരി 28-നാണ് സ്വകാര്യ മേഖലയിലെ 10 വിഭാഗങ്ങളിലായുള്ള തസ്തികകളിൽ വിദേശികളെ ജോലിക്കെടുക്കുന്നതിന് 6 മാസത്തെ താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത്. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിൽ ലഭ്യമാക്കുന്നതിന്റെയും തൊഴിൽ മാർക്കറ്റ് ക്രമപ്പെടുത്തുന്നതിന്റെയും ഭാഗമായുള്ള ഈ തീരുമാനത്തിന്റെ കാലാവധി കഴിഞ്ഞ ജൂലൈയിൽ 6 മാസത്തേക്ക് കൂടി നീട്ടിയിരുന്നു. 6 മാസം പൂർത്തീകരിച്ച സാഹചര്യത്തിലാണ് പുതിയ ഉത്തരവ്. IT, അക്കൗണ്ടിംഗ് ആൻഡ് ഫൈനാൻസ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HR, ഇൻഷുറൻസ്, ഇൻഫർമേഷൻ ആൻഡ് മീഡിയ, മെഡിക്കൽ, എയർപോർട്ട്, എഞ്ചിനീയറിംഗ്, ടെക്നിക്കൽ തുടങ്ങിയ വിഭാഗങ്ങളിലെ വിവിധ തസ്തികകളിൽ ഇനി 2019 ജൂലൈ അവസാനം വരെ പുതിയ വിസ ലഭിക്കില്ല. ഇതിൽ മലയാളികൾ കൂടുതലായി ജോലി ചെയ്യുന്ന മേഖലകളും ഉൾപ്പെടും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് വിസ പുതുക്കാൻ തടസ്സങ്ങൾ ഉണ്ടാകില്ല. മീഡിയ 1, മസ്കത്ത്. സൗദിയിൽ ജോലിക്ക് ഹാജരാവാത്ത തൊഴിലാളികളെ ഒളിച്ചോട്ടക്കാരനാക്കി സ്പോൺസർഷിപ്പ് ഒഴിയുന്ന ഹുറൂബ് സംവിധാനം തൊഴിൽ മന്ത്രാലയം പരിഷ്കരിച്ചു. തൊഴിലുടമയുടെ ഏകപക്ഷീയമായ നടപടിയായ ഹുറൂബിൽ ഇനി മുതൽ തൊഴിലാളികൾക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താം. ഇതോടെ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ ഇനി തൊഴിലുടമയ്ക്ക് തൊഴിലാളിയെ ഹുറൂബാക്കാനാകൂ. സൗദിയിൽ തൊഴിലാളി ഒളിച്ചോടിയാലോ ജോലിക്ക് ഹാജരാകാതിരുന്നാലോ അവരുടെ സ്പോൺസർഷിപ്പ് ഒഴിയുന്നതിന് മന്ത്രാലയം ഏർപ്പെടുത്തിയ സംവിധാനമാണ് ഹുറൂബാക്കൽ. ഇങ്ങനെ ചെയ്യുന്നതോടെ തൊഴിലാളിക്ക് പിന്നീട് സ്പോൺസർ ഉണ്ടാകില്ല. പോലീസിൽ കീഴടങ്ങുകയോ മറ്റൊരു സ്പോൺസർക്ക് കീഴിലേക്ക് നിലവിലെ സ്പോൺസറുടെ സഹായത്തോടെ മാറുകയോ ആണ് പിന്നീടുള്ള പോംവഴി. തൊഴിൽ തർക്കങ്ങളും അനിഷ്ടങ്ങളും കാരണമായി ഹുറൂബാക്കുന്ന സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഇനി മുതൽ തൊഴിലുടമയ്ക്ക് തൊഴിലാളിയെ നിബന്ധനകൾക്കും കാര്യകാരണസഹിതവും മാത്രമേ ഹുറൂബാക്കാനാകൂ. ഇതിനായുള്ള സംവിധാനം തൊഴിൽ മന്ത്രാലയം ആരംഭിച്ചു. സ്പോൺസറുടെ സ്ഥാപനത്തിന്റെ ഓൺലൈൻ പോർട്ടൽ വഴിയാണ് ഹുറൂബ് രേഖപ്പെടുത്തേണ്ടത്. ഇതുപ്രകാരം ഹുറൂബാക്കാനുള്ള 3 പ്രധാന നിബന്ധനകൾ ഇവയാണ്. 1. തൊഴിലാളി ജോലിയിൽ തുടരുന്ന ആളായിരിക്കണം. 2. കമ്പനിക്കെതിരെ ഏതെങ്കിലും കേസുണ്ടായിരിക്കാൻ പാടില്ല. 3. തൊഴിലാളിയുടെ ഇഖാമ കാലാവധിയുള്ളതോ അടുത്ത ദിവസങ്ങളിൽ മാത്രം കാലാവധി തീർന്നതോ ആയിരിക്കണം. ഹുറൂബ് ഫയലിൽ സ്വീകരിച്ച ശേഷം വിയോജിപ്പ് രേഖപ്പെടുത്തിയില്ലെങ്കിൽ മാത്രമാണ് മന്ത്രാലയം അനന്തര നടപടികൾ സ്വീകരിക്കുക. ഹുറൂബ് രേഖപ്പെടുത്തിയാൽ തൊഴിലുടമയ്ക്കും തൊഴിലാളിക്കും മൊബൈൽ സന്ദേശം ലഭിക്കും. തൊഴിലാളിയുടെ വിവരങ്ങൾ ഹുറൂബിന് മുന്നോടിയായി തൊഴിലുടമ നൽകണം. തൊഴിൽ മന്ത്രാലയത്തിന്റെ വ്യക്തി സേവനത്തിലുള്ള പോർട്ടൽ വഴിയാണ് തൊഴിലാളി വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ടത്. ഈ സന്ദർഭത്തിലും തൊഴിലുടമയ്ക്കും തൊഴിലാളിക്കും മൊബൈൽ സന്ദേശം ലഭിക്കുന്നതും പുതിയ സംവിധാനത്തിന്റെ പ്രത്യേകതയാണ്. മീഡിയ 1, റിയാദ്. ഉംറ വിസയ്ക്ക് നേരിട്ട് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള സേവനം സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ആരംഭിച്ചു. തീർത്ഥാടകർക്ക് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉംറ വിസ ലഭ്യമാക്കാനാണ് പദ്ധതി. ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് വിവിധ സേവനങ്ങൾ നൽകി വരുന്ന മഖാം പോർട്ടൽ വഴിയാണ് പുതിയ സേവനങ്ങൾ. സൗദിയുടെ നേരിട്ടുള്ള ഉംറ സർവീസ് ഏജൻസികളില്ലാത്ത 157 രാജ്യങ്ങൾക്ക് തീരുമാനം നേട്ടമാകും. സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന് കീഴിലെ ഓൺലൈൻ പോർട്ടലായ മഖാം പരിഷ്കരിച്ചാണ് പുതിയ സേവനം. തീർത്ഥാടനത്തിന്റെ ഭാഗമായ മക്ക മദീന നഗരങ്ങളിലെ താമസം, ഗതാഗതം എന്നീ അനുബന്ധ സേവനങ്ങളും യാത്രക്ക് മുന്നോടിയായി ഓൺലൈൻ വഴി തെരഞ്ഞെടുക്കാം. പുതിയ മാറ്റമനുസരിച്ച് ഉംറ വിസക്ക് അപേക്ഷിക്കാൻ ഇടനിലക്കാരുടെ ആവശ്യമില്ല. മറിച്ച് വിവിധ ഉംറ കമ്പനികളുടെ വ്യത്യസ്ത നിലവാരത്തിലുള്ള പാക്കേജുകളിലൊന്ന് തെരഞ്ഞെടുത്താൽ മതി. ഇതോടെ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും എംബസിയുടെ സഹായമില്ലാതെ നേരിട്ട് തന്നെ ഇലക്ട്രോണിക് വിസ ലഭ്യമാകും. ഇങ്ങനെ എത്തുന്ന തീർത്ഥാടകർക്ക് ആവശ്യമായ സേവനങ്ങൾ ഉംറ കമ്പനികൾ നൽകുന്നുണ്ടോ എന്ന് മന്ത്രാലയം നിരീക്ഷിക്കും. ഉംറ തീർത്ഥാടന നടപടികൾ ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. അറബി, ഇംഗ്ലീഷ്, ഫ്രഞ്ച് ഭാഷകളിൽ മക്കാം പോർട്ടൽ വഴി സേവനം ലഭ്യമാണ്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ഖത്തറിലെ മരുഭൂമികളിൽ ജോലി ചെയ്യുന്ന ആട്ടിടരായ തൊഴിലാളികൾക്ക് ഖത്തർ ചാരിറ്റി ശൈത്യകാല കിറ്റുകൾ വിതരണം ചെയ്തു. ആസ്റ്റർ മെഡിക്കൽ സെന്ററിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്കായി ആരോഗ്യ പരിചരണ ബോധവൽക്കരണവും നടന്നു. മരുഭൂമികളിലെ ഹസ്ബകളിൽ തൊഴിലെടുക്കുന്ന തുച്ഛവേതനക്കാരായ ആട്ടിടയർക്കാണ് ഖത്തർ ചാരിറ്റി സഹായം എത്തിച്ചത്. ശൈത്യകാലമായതോടെ തണുപ്പിനെ അകറ്റാനുള്ള വസ്ത്രങ്ങളടങ്ങിയ കിറ്റുകളാണ് വിതരണം ചെയ്തത്. സിമൈസിമ, അൽഖോർ, ഷഹാനിയ, വക്ര തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്യാമ്പുകളിലുള്ള അറബി, ആഫ്രിക്കൻ, ഏഷ്യൻ തൊഴിലാളികൾ കിറ്റുകൾ ഏറ്റുവാങ്ങി. ഖത്തർ സർക്കാരിന്റെ ഔദ്യോഗിക ജീവകാരുണ്യ പ്രവർത്തന വിഭാഗമായ ഖത്തർ ചാരിറ്റി തൊഴിൽ മന്ത്രാലയവുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. 4 ദിവസങ്ങളിലായി നടന്ന വിതരണ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം വക്ര അൽ ഹസ്ബയിൽ തൊഴിൽ മന്ത്രാലയം ആരോഗ്യ സുരക്ഷാ സൂപ്പർവൈസർ ഖലീൽ അൽ ഇമാദി നിർവഹിച്ചു. സാധാരണക്കാരായ തൊഴിലാളികളായ ഇടയന്മാർക്ക് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും, അവരുടെ ബ്ലാങ്കറ്റും അതുപോലെ തന്നെ ഷാളും തൊപ്പിയും സോക്സും എല്ലാം അടങ്ങിയ ഒരു വലിയ കിറ്റായിരുന്നു അവർക്ക് നൽകിയിരുന്നത്. 100 പേർക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. ആസ്റ്റർ മെഡിക്കൽ സെന്ററിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്കായി മെഡിക്കൽ പരിശോധനകളും ആരോഗ്യ പരിചരണ ബോധവൽക്കരണവും നടത്തി. ഖത്തർ ചാരിറ്റിക്ക് കീഴിലുള്ള ഫ്രണ്ട്സ് കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഹബീബ് റഹ്മാൻ കിഴിശ്ശേരി, NP അഷ്റഫ്, ജസീം മുഹമ്മദ്, അബ്ദുൽ സമദ് കോട്ടമ്പാറ,
റഷീദ് ചെറുവണ്ണൂർ, ശിഹാബ് ഓമശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ 1 ദോഹ. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തവണ അനുഭവപ്പെട്ടത് കുറഞ്ഞ തണുപ്പാണെന്ന് കാലാവസ്ഥാ വിഭാഗം. -ഡിഗ്രിയിൽ വരെ താപനില എത്താറുള്ള റിയാദിൽ ഇത്തവണ 5 ഡിഗ്രി വരെ മാത്രമാണ് കുറഞ്ഞ താപനില എത്തിയത്. കാലാവസ്ഥാ വ്യതിയാനവും കാറ്റിന്റെ മാറ്റങ്ങളുമാണ് തണുപ്പ് കുറച്ചത്. കരീബിയൻ കാറ്റിനൊപ്പമാണ് സൗദിയിൽ തണുപ്പ് കാലം തുടങ്ങാറ്. പിന്നാലെ മഴയും എത്തും. ഇതെല്ലാം വന്നെങ്കിലും താരതമ്യേന കുറഞ്ഞ തണുപ്പാണ് ഇത്തവണ റിയാദിൽ. -ഡിഗ്രിയിൽ താഴെ വരെ പോകാറുള്ള താപനില ഇത്തവണ 5 വരെ മാത്രമാണ് എത്തിയത്. കാറ്റിന്റെ ഗതിമാറ്റവും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഇതിന് കാരണമായി സൂചിപ്പിക്കുന്നതും. വരും ദിനങ്ങളിൽ തണുപ്പ് ശരാശരിയാണ്. ഈ മാസം റിയാദിൽ കുറഞ്ഞ താപനില 11 ഡിഗ്രിയാണ്, അടുത്ത മാസം 15. ഇതോടൊപ്പം തബൂക്ക് ഉൾപ്പെടെയുള്ള മേഖലകളിലും വരും ദിനങ്ങളിൽ തണുപ്പ് കുറയും. കാലാവസ്ഥയിലെ അപ്രതീക്ഷിത മാറ്റങ്ങൾ ആരോഗ്യപ്രയാസങ്ങളും സൃഷ്ടിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധരും മുന്നറിയിപ്പ് നൽകി. മീഡിയ 1 റിയാദ്. കോൺഗ്രസിന്റെ പോഷക സംഘടന OICC സൗദിയിലെ ബുറൈദയിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി. സെൻട്രൽ കമ്മിറ്റി നടത്തിയ പരിപാടിയിൽ നിരവധി പേരാണ് സംബന്ധിച്ചത്. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ബുറൈദ ഹഫലത്തി ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി. സാംസ്കാരിക സമ്മേളനം ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാൻ എഞ്ചിനീയർ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മതേതര സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് സാംസ്കാരിക സമ്മേളനം ആവശ്യപ്പെട്ടു. എല്ലാ മതേതര പാർട്ടികളും ഒരുമിച്ച് നിൽക്കണമെന്നും സമ്മേളനം ആഹ്വാനം ചെയ്തു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് അനീഷ് ജോലി, അബ്ദുസലാം വെള്ളറക്കാട്, ലത്തീഫ് തച്ചമ്പൊയിൽ, ബിജു ചെറിയാൻ, ഷെരീഫ് ഒതായി, അബ്ദുറഹ്മാൻ, സുബൈർ ഓർഫില തുടങ്ങിയവർ സംസാരിച്ചു. സക്കീർ പത്തറ അധ്യക്ഷനായി. സുധീർ കായംകുളം, അഷ്റഫ് കോഴിക്കോട് എന്നിവർ നേതൃത്വം നൽകി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഷിഹാബ് പൂക്കിപ്പറമ്പ്, മീഡിയ 1 ബുറൈദ. വിസിറ്റിംഗ് വിസയിൽ ഗൾഫിലെത്തി ജോലി തിരയുന്ന ഉദ്യോഗാർത്ഥികളുടെ ജീവിതം സിനിമയാക്കാൻ ആഗ്രഹമുണ്ടെന്ന് ചലച്ചിത്ര താരം ഫഹദ് ഫാസിൽ. ദോഹയിൽ ഏഷ്യൻ മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ഫഹദ്. കംപ്ലീറ്റ് ആക്ടർ എന്ന വിശേഷണം അർഹിക്കുന്നില്ലെന്നും ഇനിയും കൂടുതൽ പഠിക്കാനുണ്ടെന്നും മീഡിയ 1 അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ഫഹദ് പറഞ്ഞു. പ്രവാസം ഇതിവൃത്തമായ മറ്റൊരു സിനിമ കൂടി എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രമേയം എന്തായിരിക്കണമെന്ന ചോദ്യത്തിന് ഫഹദിന്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു. 30 ദിവസത്തെ വിസയിൽ ദുബായിലൊക്കെ വന്നിറങ്ങുന്ന ചെറുപ്പക്കാരുണ്ട്. വ്യക്തമായൊരു ജോലിയോ ധാരണയൊന്നുമില്ല. 30 ദിവസത്തെ ഒരു വിസയുണ്ട്, വന്ന് ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആ മാനസികാവസ്ഥയിൽ വന്നിറങ്ങുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അപ്പം ഇനി അങ്ങനെ ഒരു കഥ പറയുമ്പോൾ അവരുടെ കഥ പറയണമെന്നാണ് ആഗ്രഹം. പ്രവാസം പ്രമേയമായി എത്തിയ ഡയമണ്ട് നെക്ലേസ്, ടേക്ക് ഓഫ് എന്നീ ഹിറ്റ് ചിത്രങ്ങളിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഫഹദായിരുന്നു. കംപ്ലീറ്റ് ആക്ടർ എന്ന സോഷ്യൽ മീഡിയയുടെ വിശേഷണത്തോട് ഫഹദിന്റെ പ്രതികരണം ഇങ്ങനെ: എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ വ്യക്തമായ ബോധം എനിക്കുണ്ട്. അപ്പോൾ ഒരിക്കലും കംപ്ലീറ്റ് ആക്ടർ എന്നുള്ള ഒരു അങ്ങനെ ഒരു പേരിൽ എനിക്ക് അറിയപ്പെടാനും താല്പര്യമില്ല. കാരണം എൻ്റെ ലിമിറ്റേഷൻസ് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന പുതിയ ചിത്രം പ്രേക്ഷകന് മികച്ച ആസ്വാദനമായിരിക്കും നൽകുകയെന്നും ഫഹദ് പറഞ്ഞു. ദോഹയിൽ ഏഷ്യൻ മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കവെയാണ് ഫഹദ് മീഡിയ 1 സംസാരിച്ചത്. PCC ഫുദ്ദീൻ, മീഡിയ 1 ദോഹ. KMCCയുടെ ആഭിമുഖ്യത്തിൽ സൗദിയിലുടനീളം അഹമ്മദ് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ജിദ്ദയിൽ നടന്ന സമ്മേളനം സൗദി മാധ്യമപ്രവർത്തകൻ ഖാലിദ് അൽ മഴീന ഉദ്ഘാടനം ചെയ്തു. നയതന്ത്ര ഇതിഹാസം അഹമ്മദ് എന്ന തലക്കെട്ടിൽ മലപ്പുറം ജില്ലാ KMCC കമ്മിറ്റിയാണ് ജിദ്ദയിൽ പരിപാടി സംഘടിപ്പിച്ചത്. സൗദിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഖാലിദ് അൽ മഴീന ഉദ്ഘാടനം ചെയ്തു. പക്വമായ രാഷ്ട്രീയ നിലപാട് കൊണ്ടും വേറിട്ട നയതന്ത്രജ്ഞത കൊണ്ടും ഏറെ വ്യത്യസ്തനായിരുന്നു അഹമ്മദ് എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. But what we can do is to teach scholars and all to look and see what he did and how he contributed to the Indian diplomatic image abroad, how he went and showed what India was, a truly, progressive country. ഇന്ത്യയുടെ ആവശ്യങ്ങളും സാഹചര്യങ്ങളും നന്നായി പഠിച്ച രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു അഹമ്മദ് എന്ന് അറബ് ന്യൂസ് മാനേജിംഗ് എഡിറ്റർ സിറാജ് വഹാബ് അഭിപ്രായപ്പെട്ടു. BP മുഹമ്മദ് അലി, പ്രൊഫസർ ഇസ്മായിൽ മരുതേരി, K മുഹമ്മദ് കുട്ടി, അഹമ്മദ് പാളയാട്ട്, അബൂബക്കർ അരിമ്പ്ര തുടങ്ങിയവർ സംസാരിച്ചു. റിയാദ് KMCC സെൻട്രൽ കമ്മിറ്റി ബത്തേരിൽ സംഘടിപ്പിച്ച അഹമ്മദ് അനുസ്മരണ പരിപാടിയിൽ SP അർഷുൽ അഹമ്മദ് അനുസ്മരണ പ്രഭാഷണം നടത്തി. KK കോയ മുഹാജി, ഡോക്ടർ മുഹമ്മദ് അനീഫ്, സത്താർ താമരകത്ത്, റസാർ വളക്കൈ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിഡന്റ് CP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സദിഖ് അലി തുവൂർ, മീഡിയ 1 ജിദ്ദ. സൗദി ദമാം തനിമയ്ക്ക് കീഴിൽ ഖുർആൻ സ്റ്റഡി സെന്റർ വാർഷികവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു. പരിപാടികളിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു.
പ്രകാശത്തിനെന്തൊരു തെളിച്ചം എന്ന തലക്കെട്ടിലായിരുന്നു പരിപാടി. തനിമ പ്രൊവിൻസ് പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഖുർആൻ എഴുത്തു പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയവർക്കുള്ള ലൈവ് ക്വിസ് മത്സരവും നടന്നു. മത്സരത്തിൽ റുബീന അബ്ദുൽ ഹക്ക് 1-ാം സ്ഥാനവും അനീസ മെഹബൂബ്, അമീന കെ എന്നിവർ 2-3 സ്ഥാനത്തിനും അർഹരായി. വിജയികൾക്ക് മുജീബുർ റഹ്മാൻ, അൻവർ ഷാഫി, ഷബ്ന അബ്ദുൽ അസീസ്, ഷബ്ന സലീം ബാബു എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഖുർആനിക് സ്കൂളിൽ നിന്നും മജ്ലിസ് പൊതുപരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ ദമാം ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഫി വിതരണം ചെയ്തു. നൌഫൽ കൊടുവള്ളി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. പാരന്റിംഗ് സെഷനിൽ അബ്ദുൽ ഹമീദ് രക്ഷിതാക്കളോട് സംവദിച്ചു. സുബൈർ പുല്ലാളൂർ, ACM ബഷീർ, മുഹമ്മദ് റഫീഖ്, മുഹമ്മദ് ഇർഷാദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മീഡിയ 1 ദമാം. ഒമാനിലെ സീബ് ഇന്ത്യൻ സ്കൂളിൽ പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ പ്രദർശനം വേറിട്ട കാഴ്ചയായി. ഹിന്ദി മലയാളം വിഭാഗങ്ങൾ ചേർന്നാണ് ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ എന്ന പേരിൽ പ്രദർശനം സംഘടിപ്പിച്ചത്. പച്ചക്കറികളും പഴങ്ങളും പുൽപ്പായയും പെട്രോമാക്സും ഗ്രാമഫോണുമൊക്കെ നിരത്തിവെച്ചിട്ടുള്ള നാട്ടുചന്ത. അവിടെ കേരളത്തിന്റെ പരമ്പരാഗത വേഷവിധാനങ്ങളോടെയുള്ള കച്ചവടക്കാർ. മൺചട്ടിയും ഭരണിയും ചിരവയും അടങ്ങുന്ന പരമ്പരാഗത വീട്ടുപകരണങ്ങൾ. പുതിയ തലമുറയ്ക്ക് പരിചിതമല്ലാത്ത ഗ്രാമീണ ജീവിതത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രദർശനമേളയിൽ ഒരുക്കിയത്. സ്കൂളിന്റെ പ്രധാന വേദി ഗ്രാമീണ കലകളുടെ അരങ്ങേറ്റ വേദിയായി. കേരളത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന നമ്മൾ കേരളം എന്താണെന്നും കേരള ഗ്രാമം എന്താണെന്നും അറിയുവാൻ ഇത് വലിയ സഹായമായിരുന്നു. മത്സര ഇനങ്ങളായി ഒരുക്കിയ പ്രദർശനത്തിൽ 17 വിഭാഗങ്ങളായി 225 കുട്ടികൾ പങ്കെടുത്തു. 56 കുട്ടികൾ മികച്ച പ്രദർശനത്തിനുള്ള അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി. പ്രകൃതിയിലേക്ക് മടങ്ങേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്നതടക്കം സമകാലിക ജീവിതവുമായി ബന്ധപ്പെട്ട പ്രദർശനങ്ങളും ഉണ്ടായിരുന്നു. വസ്തുക്കളെല്ലാം അവർ കണ്ടിട്ട് പോലുമില്ല. ഇത് ഈ ഇന്ത്യൻ സ്കൂൾ ഇങ്ങനെ സംഘടിപ്പിച്ച് പ്രദർശിപ്പിച്ചത് ഏറ്റവും വലിയൊരു അത്ഭുതകരമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. SMC കൺവീനർ അഹ്സൻ ജലാൽ പ്രദർശനമേള ഉദ്ഘാടനം ചെയ്തു. SMC പ്രസിഡന്റ് MK മൊയ്തു വിജയികൾക്ക് പ്രോത്സാഹന സമ്മാനം നൽകി. മീഡിയ 1 മസ്കത്ത്. സൗദിയിലെ ജുബൈൽ നവയുഗം സാംസ്കാരിക വേദി KC പിള്ള അനുസ്മരണം സംഘടിപ്പിച്ചു. പരിപാടിയിൽ GS പ്രദീപ് മുഖ്യാതിഥിയായിരുന്നു. ജുബൈൽ ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സയ്യിദ് ഹമീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. KC പിള്ള അനുസ്മരണ പരിപാടി CPI അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. GS പ്രദീപ് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. GS പ്രദീപ് അവതാരകനായ ജീനിയസ് ടാലന്റ് ഹണ്ട് ക്വിസ് മത്സരം വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും നവ്യ അനുഭവമായി. വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥികൾ പങ്കെടുത്ത ക്വിസ് മത്സരത്തിൽ ലാസിം ഷഹദ്, ഷിജോ, മുഹമ്മദ് ജസ്നഫർ എന്നിവർ വിജയികളായി. ഡോക്ടർ മുഹമ്മദ് ഷാഫി, സഫേർ മുഹമ്മദ്, സംഘടനാ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. TP റഷീദ് അധ്യക്ഷത വഹിച്ചു. മനോജ് നായർ, നിസാം യാക്കൂബ്, രാജേഷ് പണിക്കർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മീഡിയ 1 ദമാം. അധ്യാപന കലയിൽ വിജയിക്കണമെങ്കിൽ നിരന്തര പരിശീലനത്തിലൂടെ അതിനെ നവീകരിച്ചുകൊണ്ടിരിക്കണമെന്ന് ഡോക്ടർ അബ്ദുൽ സലാം അഹമ്മദ്. ദോഹയിൽ സെന്റർ ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സംഘടിപ്പിച്ച ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ സമാപന സെഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സെന്റർ ഫോർ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വിദ്യാഭ്യാസ വിഭാഗവും മജ്ലിസ് മദ്രസ എഡ്യൂക്കേഷൻ ബോർഡും സംയുക്തമായാണ് മദ്രസ മുറബി എന്ന പേരിൽ അധ്യാപന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. 5 ദിവസം നീണ്ട പരിശീലന പരിപാടിയുടെ സമാപന ചടങ്ങ് ശാന്തപുരം അൽ ജാമിയ അൽ ഇസ്ലാമിയ റക്ടർ ഡോക്ടർ അബ്ദുസലാം അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപന കലയിൽ വിജയിക്കണമെങ്കിൽ നിരന്തര പരിശീലനത്തിലൂടെ അതിനെ നവീകരിച്ചുകൊണ്ടിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മളുടെ പല അധ്യാപകരും പരാജയപ്പെടുന്നത് അവർക്ക് ട്രെയിനിങ് ഇല്ല. പണ്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലല്ലോ. ട്രെയിനിങ് കിട്ടിയ അത്ര അധ്യാപകന്മാർ നമുക്കുണ്ട് ഇല്ല. ഇതൊരു കലയാണ്. അപ്പോൾ നല്ല ഒരു സാധനം വളരെ മോശമായിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന കൂടിയാലോചനാ സമിതി അംഗവും എഴുത്തുകാരനുമായ T മുഹമ്മദ് ബേളം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. മജ്ലിസ് മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടർ സുഷീർ ഹസൻ, പരിശീലകരായ ഡോക്ടർ സാബിക് MK, അബ്ദുൽ ജലീൽ P, ഷാക്കിർ K, FCC ഡയറക്ടർ ഹബീബ് റഹ്മാൻ കിഴിശ്ശേരി, ദോഹ മദ്രസ ആക്ടിംഗ് പ്രിൻസിപ്പൽ സഫീർ മമ്പാട് എന്നിവർ കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. പഠിതാക്കൾ തയ്യാറാക്കിയ കയ്യെഴുത്ത് മാസിക ബസ്വമാത് ഖത്തർ ഡോക്ടർ അബ്ദുസലാം മുഹമ്മദ് സക്കിയ MAക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. CIC വിദ്യാഭ്യാസ വിഭാഗം തലവൻ MSA റസാഖ് അധ്യക്ഷനായിരുന്നു. മീഡിയ 1 ദോഹ. കൂട്ടായ്മ ഇമറാത്ത് പട്ടാമ്പി ഗ്രാൻഡ് ഫെസ്റ്റ് എന്ന പേരിൽ സംഗമം ഒരുക്കി. ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നുംപറമ്പിൽ സംഗമം ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം മീര നന്ദൻ, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് EP ജോൺസൺ, സാമൂഹിക പ്രവർത്തകരായ നസീർ വാടാനപ്പള്ളി, നിസാർ പട്ടാമ്പി, ഇക്ബാൽ അൽ ഹബ്തൂർ തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. പ്രളയകാലത്ത് മികച്ച സേവനം നടത്തിയ മുരളീധരൻ പട്ടാമ്പി, C ഗഫൂർ, ജാബിർ എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ ഹാരിസ് അധ്യക്ഷനായിരുന്നു. ജിദ്ദയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മദ്രസ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. 2 ദിവസം നീണ്ടുനിന്ന
ആഘോഷത്തിൽ ഖുർആൻ പാരായണം, ഹിഫ്ള്, അറബിക്, മലയാളം ഗാനങ്ങൾ, വിവിധ ഭാഷകളിലുള്ള പ്രസംഗങ്ങൾ തുടങ്ങിയ വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങൾ നടന്നു. മത്സരങ്ങൾ ഡോക്ടർ അഹമ്മദ് മുഹമ്മദ് ആലുങ്കലും സമാപന സമ്മേളനം VP മുഹമ്മദ് അലിയും ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനാ നേതാക്കൾ സംബന്ധിച്ചു. ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ നിഹാൽ അബ്ദുൽ അസീസിനെ ചടങ്ങിൽ ആദരിച്ചു. സൗദിയിലെ റിയാദിൽ പ്രവാസി സാംസ്കാരിക വേദി സംഘടിപ്പിച്ച വിന്റർ ക്രിക്കറ്റ് ക്ലബ് ടൂർണമെന്റിൽ റോക്ക് സ്റ്റാർ ക്ലബ്ബ് ജേതാക്കളായി. ഫൈനലിൽ ആഷസ് ക്രിക്കറ്റ് ക്ലബിനെ തോൽപ്പിച്ചാണ് കിരീടം. കളിയിൽ മികവ് തെളിയിച്ചവർക്ക് ട്രോഫികൾ കൈമാറി. പ്രവാസി ക്രിക്കറ്റ് ക്ലബിന്റെ ഒരു മാസത്തോളം നീണ്ട മത്സരങ്ങൾക്കാണ് സമാപനം. കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി സഹകരിച്ചായിരുന്നു സംഘടനം. ഫൈനലിൽ ബാറ്റിംഗിനിറങ്ങിയ ആഷസ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 144 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ റോക്ക് സ്റ്റാർ 2 വിക്കറ്റ് നഷ്ടത്തിൽ 8ാമത്തെ ഓവറിൽ ലക്ഷ്യം കാണുകയായിരുന്നു. 24 പന്തിൽ 70 റൺസ് എടുത്ത ബിനീഷ് മാൻ ഓഫ് ദ മാച്ചായി. മികച്ച ബൗളർ ആഷസ് ക്ലബിലെ രാജേഷാണ്. ജേതാക്കൾക്കുള്ള പ്രൈസ് മണിയും ട്രോഫിയും പ്രവാസി സാംസ്കാരിക വേദി പ്രസിഡന്റ് സാജു ജോർജും സുമൻ ശാന്തപ്പനും ചേർന്ന് നൽകി. റഹ്മത്ത് തിരുത്തിയാട്, അസ്ലം കൊണ്ടോട്ടി, വാഹിദ്, സയ്യിദ് എന്നിവർ വിവിധ ട്രോഫികൾ കൈമാറി. സലിം മാഹി അധ്യക്ഷത വഹിച്ചു. സുബിൻ സോസ, ഷഹദാൻ, ജുബിഡ് ദേവസിക്കുട്ടി, സുജിത് രാജ്, ദിലീപ് ജി കൃഷ്ണ എന്നിവർ സംസാരിച്ചു. മീഡിയ 1 റിയാദ്. ന്യൂയോർക്ക് ബഹ്റൈൻ 4ാം വാർഷികവും പ്രൊഫസർ ഗോപിനാഥ് മുതുകാടിനുള്ള ഗ്ലോബൽ എക്സലൻസ് അവാർഡ് സമർപ്പണവും ഫെബ്രുവരി 8-ന് ബഹ്റൈനിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രൊഫസർ ഗോപിനാഥ് മുതുകാടും സംഘവും അവതരിപ്പിക്കുന്ന ജാലവിദ്യയോട് കൂടിയ മോട്ടിവേഷൻ ക്ലാസ് M-Cube എന്ന പേരിലുള്ള പരിപാടിയുടെ മുഖ്യ ആകർഷണമായിരിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണി മുതൽ ബഹ്റൈൻ കേരളീയ സമാജത്തിലാണ് പരിപാടി. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഗവേഷണ സ്ഥാപനമായ ന്യൂയോർക്കിന്റെ ബഹ്റൈൻ ചാപ്റ്റർ 4ാം വാർഷികത്തിന്റെ ഭാഗമായാണ് പരിപാടി ഒരുക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ PV ചെറിയാൻ, അൽ ഹിലാൽ ഹോസ്പിറ്റൽ CEO ഡോക്ടർ ശരത് ചന്ദ്രൻ, ബിസിനസ് മാനേജർ ആസിഫ് മുഹമ്മദ്, ന്യൂയോർക്ക് ബഹ്റൈൻ ചെയർമാൻ KT സലീം തുടങ്ങിയവർ പങ്കെടുത്തു.